ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. +1 മാത്തമാറ്റിക്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാവുള്ളൂ. ഇത് പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കിതിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഇൻട്രൊഡക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇത് ബൈനോമിയൽ തിയറം നിങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോർമുല കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും. a+b² a+b³ ഇതിൻ്റെയൊക്കെ ഫോർമുല നമ്മൾ ഇതിന് മുമ്പേ തന്നെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും 10ാം ക്ലാസ്സിലൊക്കെ. അപ്പം അതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ ഫോർമുല എങ്ങനെയാണ് ഉണ്ടായത്, എന്ത് കാരണം കൊണ്ടാണ് ആ ഫോർമുല വന്നത് എന്നൊക്കെ ഉള്ളതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിലാദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, a+b² എന്ന് പറയുന്ന ഒരു ഫോമിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ബൈനോമിയൽ തിയറം വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ആൾജിബ്ര, കാൽക്കുലസ്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ, പിന്നെ പല ആപ്ലിക്കേഷനിലും ഫിസിക്സിലൊക്കെ ആയിട്ട് നമ്മളിത് പലയിടത്തായിട്ട് ഈ സാധനം ഉപയോഗിക്കും. അതായത് a+b² a+b³ ഒക്കെ പറഞ്ഞ എല്ലായിടത്തും എന്ത് ഉപയോഗിക്കുകയാണ്, നമ്മളിവിടെ ബൈനോമിയൽ തിയറം ഉപയോഗിക്കുകയാണ്. പിന്നെ കാൽക്കുലേഷൻസിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബൈനോമിയൽ തിയറം ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് കൂട്ടി വരുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഒരു ഫോർമുല കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സിംപ്ലസ്റ്റ് വേ ആയിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ബൈനോമിയൽ തിയറം. അതിൽ തന്നെ നമ്മൾ ബൈനോമിയൽ തിയറം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചേക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പഠിക്കാം. ബൈനോമിയൽ തിയറത്തിലെ ബാക്കി അടുത്ത ഭാഗങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയാനുള്ളത് പാസ്കൽ ട്രയാങ്കിൾ ആണ്. പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ വലിയ എന്തോ ആയിട്ട് തോന്നും. അതിനാദ്യം ഞാനിത് പറഞ്ഞു തന്നിട്ട് ഇതിലോട്ട് വരാം. അതിലെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇവിടെ ആദ്യം 1 വന്നു, അപ്പോൾ അടുത്ത് വരുമ്പം ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. അടുത്തത് വരുമ്പം ഇതിൻ്റെ ഇവിടെ 1 വരും, ഇതിൻ്റെ നടുക്ക് 2 വരും, പിന്നെ 1 വരും. അടുത്ത് വരുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 3 വരും, ഇവിടെ 3 വരും, ഇവിടെ 1 വരും. ഇങ്ങനെ പോകുന്ന. അടുത്ത് ഇവിടെ വരുമ്പോൾ 1 വരും, 4 വരും, 6 വരും, 4 വരും, 1 വരും. ഇങ്ങനെ പോകുന്നതിനെ പറയുന്ന പേരാണ് പാസ്കൽസ് ട്രയാങ്കിൾ. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും തന്നിട്ടുള്ളത്. ഇവിടെ തന്നേക്കണേന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിന് എന്തിലാക്കിയെന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ, അതായത് പെർമ്യൂട്ടേഷനിലെ കോമ്പിനേഷൻ്റെ ഫോമിലാക്കി. അതായത് 0C1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, 0C0 എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. അതേപോലെ 1C0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്, 1 ആയിരിക്കും കിട്ടുന്നത്. 1C1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. ഇനി 1C2 എന്ന് പറഞ്ഞാൽ 2C0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരും, ഇവിടെ 0C0 വരും, ഇവിടെ 1C0 വരും, ഇവിടെ 2C0 വരും. അപ്പം ഇങ്ങനെ ഇവിടെ 3C0, അങ്ങനെ ഇങ്ങനെ ഇത് പോകും. ഇവിടെ എന്ത് വരും, ഇവിടെ 0 ആണ് വന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ 1C1 വരും, ഇവിടെ 2C2 വരും, ഇവിടെ 3C3 വരും, ഇവിടെ 4C4 വരും. ഈ സിയുടെ വാല്യൂ ഒക്കെ നമുക്ക് എന്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കാൽക്കുലേറ്റർ നമുക്ക് എക്സാമിന് കൊണ്ടുപോകാം. അപ്പോൾ കാൽക്കുലേറ്റർ തന്നെ ഈ സിയുടെ വാല്യൂ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ ഇവിടെ എന്ത് വരും, നമ്മളിപ്പോൾ ഈ 2 റോയും പെടുന്നത്. ഇനി നടുക്ക് എങ്ങനെ പോകുമെന്ന് നോക്കാം. നടുക്ക് എങ്ങനെ വരും, ഇവിടെ എന്താ വന്നത്, 2C0. അപ്പോൾ ഇവിടെ അടുത്തെന്തായിരിക്കും വന്നത്, 2C1, ഇവിടെ 2C2 വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കൂടി പോകുന്നതിനെ പറയുന്ന പേരാണ് പാസ്കൽസ് ട്രയാങ്കിൾ. ഇത് വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇത് നമ്മൾ 4 വരെയുള്ളതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. കൂടുതൽ അങ്ങോട്ട് ഇത് ഉപയോഗിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബൈനോമിയൽ തിയറത്തിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയാണ്. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഏതിൻ്റെ വേണോ കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ഏതൊക്കെ അറിയാം, നമുക്കിപ്പോൾ അറിയാവുന്നുള്ളൊരു ഇക്വേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ n = 2, ഇതാണ് നമ്മൾ ഇക്വേഷൻ. a+b² അത് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, nC0 a⁻n + nC1 a⁻n - 1b എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ
ആദ്യം എന്ത് ചെയ്യും, എൻ സി 0 കൊടുക്കും. എന്നിട്ട് എ റൈസ് ടു എൻ, ഈ എ റൈസ് ടു എന്ത് വരും, ഈ എൻ വരും. അത് ആദ്യത്തിൽ വന്നു. അപ്പോൾ ഇവിടെ എന്തും കൂടെ വരും, ഇവിടെ ബി റൈസ് ടു 0യും കൂടെ വരും. ഈ ബി റൈസ് ടു 0 എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അതിന് നമ്പർ റൈസ് ടു 0 1 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ബി റൈസ് ടു 0നെ അവിടെ കണക്കാക്കത്തില്ല, അതായത് അവിടെ എഴുതത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൻ സി 0 എ റൈസ് ടു എൻ എന്ന് മാത്രം കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എ റൈസ് ടു എൻ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ പറയുക, എ റൈസ് ടു എൻ മൈനസ് 1 വരും. ഇവിടെ നമുക്ക് എ റൈസ് ടു എൻ മൈനസ് 1 വന്നു. നേരത്തെ എന്തായിരുന്നു, ബി റൈസ് ടു 0 ആയിരുന്നു. ബി റൈസ് ടു 0 അതിപ്പോൾ എന്തായിട്ട് മാറും, ബി റൈസ് ടു 1 ആയിട്ട് മാറും. അതായത് ഇവിടെ ബി ആയിട്ട് വന്നു. ഇനി ഇവിടെ എൻ സി 0 മാറിയിട്ട് ഇവിടെ അടുത്തെന്താവും, എൻ സി 1 ആവും. ഇങ്ങനെ പോയി അവസാനം വരുമ്പോൾ എന്താവും, അവസാനം വരുമ്പം എന്താ ഇതിന് അവസാനം തന്നെ തൊട്ട് മുമ്പുള്ളതിൽ എ റൈസ് ടു 1 ആവും, ലാസ്റ്റത്തേൽ എ റൈസ് ടു 0 ആവും. അതേപോലെ ഇവിടെ എന്താവും, ബി റൈസ് ടു എൻ മൈനസ് 1 എന്നാവും, ഇവിടെ ബി റൈസ് ടു എന്നും ആവും. അപ്പോൾ ഇതിൻ്റെ കൂടെ സി അങ്ങനെ വരും, ഇവിടെ സി എൻ മൈനസ് 1 എന്ന് വരും, ഇവിടെ സി എൻ സി എൻ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഫോർമുല ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കിട്ടി, നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമുല. അതായത് ഇവിടെ ഇപ്പം നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, ഞാൻ ഇവിടെ ചെയ്യുവാണ്. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല ഞാൻ കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 2 സി 0 എ റൈസ് ടു എന്തെന്ന് വരും, എ റൈസ് ടു 2 ബി റൈസ് ടു 0 പ്ലസ് അടുത്തെന്ത് വരും, 2 സി 1 എ റൈസ് ടു 2 മൈനസ് 1 ബി റൈസ് ടു 1. അടുത്തെന്ത് വരും, 2 സി 2 എ റൈസ് ടു 2 മൈനസ് ഇവിടെ എ റൈസ് ടു 2 മൈനസ് 2 ബി റൈസ് ടു എന്ത് വരും, 2 മൈനസ് 2 എന്താണ്, ഇവിടെ 0 ആണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ എഴുതില്ല, ഇവിടെ 1 അടുത്തത് കൂടി പോകും. എയുടെ വാല്യൂ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എയുടെ വാല്യൂ എന്ത് ചെയ്ത് പോകും, കുറഞ്ഞായിരിക്കും പോകണത്. അതേപോലെ ബിയുടെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ബിൻ്റെ വാല്യൂ കൂടി പോകും. ആദ്യം 0യിൽ നിന്ന് തുടങ്ങി എത്രയാണോ നമ്മൾ എന് അതുവരെ പോകും. ഇവിടെ എന്നിൽ നിന്ന് തുടങ്ങി എത്രയിലോട്ട് പോകും, 0യിലോട്ട് പോകും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ എത്രയാണോ എന് അതായിരിക്കും സീയുടെ മുകളിൽ വരുന്നത്, താഴെ പറഞ്ഞാൽ 0 1 2 3 4 5 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മളെ ഫോർമുല ഇതുവരെ ആയില്ല. ഇവിടെ ഫോർമുല ആവാൻ എന്ത്, 2c0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. അതെന്ത് തന്നെ, അതിനെ മാറ്റി നമുക്ക് എന്തെന്ന് എഴുതാം, 1 ഇൻറ്റു എ സ്ക്വയറിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, എ സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. പ്ലസ് കാരണം ബി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും, എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇവിടെ എന്താണ്, 2c2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 2 ആണ്. 2c2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എന്താണ്, ഇനി ഈ സിയുടെ ഇത് എങ്ങനെ കാൽക്കുലേറ്ററിൽ നമുക്ക് കൊടുക്കാം. ഇനി കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തെന്ത് വരും, എയുടെ സ്ഥാനം 2 മൈനസ് 1 ആണ്. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എന്ത് വരും, 1 വരും. ബി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ബി തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ എ റൈസ് ടു 1ന് 1 അങ്ങ് മാറ്റിയാണ്, എ എന്ന് മാത്രമേ എഴുതിയുള്ളൂ, ബിയും കൂടെ വരും. ബി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ, ബി തന്നെ. ഇനി പ്ലസ് ഇവിടെ എന്താ, 2c2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ, 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ റൈസ് ടു 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. എ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. 1 ഇൻറ്റു 1 ഇൻറ്റു ബി സ്ക്വയർ എന്ന് വരും, എന്ത് തന്നെ, ബി സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ 7ാം ക്ലാസ് തൊട്ടോ 8ാം ക്ലാസ് തൊട്ടോ ഇത് പഠിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചാണ് ഇത് വന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും എല്ലാം നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി മൈനസ് വരുമ്പോൾ ഉള്ളതും കൂടെ പറഞ്ഞുതരാം. അടുത്ത് ഇപ്പോൾ നമ്മളിത് പഠിച്ചു. ഇനി അടുത്ത് മൈനസ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും,
എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എടുക്കുകയാണ്. ഇതെടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ഇട്ടിട്ട് പോയാൽ മതി. ഇവിടെ മൈനസ് ആണ് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ നോക്കിയാലും മതി. ഈ ബി ഇതിനെ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് കണക്കാക്കിയാലും മതി. എ പ്ലസ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് കണക്കാക്കി ചെയ്താലും മതി. ഇത് രണ്ട് എങ്ങനെ ചെയ്താലും ഒരേ ആൻസറിനെ കിട്ടും. വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ എന്ത് വരും, ഞാൻ ഇതൊന്നും മാറ്റിയാണ്, ഇത് എനിക്ക് ഫുള്ളായിട്ട് എഴുതാൻ സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് വരും, ഇവിടെ എൻ അല്ല 2c0 a raised to 2 മാത്രമേ എഴുതാനുള്ളൂ. ബി റൈസ് 0 ഞാൻ എന്ത് ചെയ്യുന്നില്ല, എഴുതണില്ല. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു, എയുടെ ഇത് പോസിറ്റീവ് തന്നെ, അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് തന്നെ എഴുതി. ഇവിടെ എന്തെടുക്കും, എയും മൈനസ് ബി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എയുടെ കിട്ടി. അടുത്തത് ഞാനിവിടെ പ്ലസ് തന്നെ കൊടുത്തു, 2c1. അടുത്തത് 2c1 ആണ്. അതിന് എയുടെ പവർ എന്താവും, എ റൈസ് ടു ഇവിടെ 2 ആയിരുന്നത് എന്താവും, 1 ആയിട്ട് മാറും. അപ്പം ബി എന്താവും, ബി ഇല്ല, ഇവിടെ എന്തുണ്ട്, മൈനസ് ബി ആണ് നടക്കുന്നത്. ഈ മൈനസ് ബിയുടെ റൈസ് ടു എന്ത് വരും, 1 വരും. പ്ലസ് അടുത്തെന്ത് വരും, എ എന്തായി പോവും, ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 1 ആയി. ഇനി അടുത്തുണ്ടാവും 0, എ റൈസ് 0 നമ്മൾ എഴുതുന്നില്ല. ഇവിടെ എന്ത് വരും, 2c2 വരും, എ റൈസ് 0 ഉണ്ട്, അത് നമ്മൾ എഴുതാനില്ല. പിന്നെ എന്തും കൂടെ വരും, ഈ സ്ക്വയറും കൂടെ വരും. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇതിനെന്ത് ചെയ്യുന്ന 1 ആണ്, 1 × a സ്ക്വയർ ആണ്. പ്ലസ് ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇതിൽ ഇവിടെ ഒരു 2c2 ഉണ്ട്, ഇവിടെ പ്ലസ് 2c2 എന്ത് തന്നെ 2c1 ആണ്. 2c1 എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്നിട്ട് ഇവിടെ ഒരു a റൈസ് ടു 1 ഉണ്ട്, അതിന് a എന്ന് എഴുതി. പിന്നെ ഇവിടെ മൈനസ് ബി റൈസ് ടു 1 ഉണ്ട്, അതിന് എന്ത് ചെയ്താൽ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതാം. പ്ലസ് എന്തുണ്ട്, അപ്പുറത്ത് ബി സ്ക്വയറും ഉണ്ട്. ഇതിന് എന്തെന്ന് കിട്ടി, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. ഇതല്ലേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫോർമുല, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിങ്ങനെയാണ് വന്നത്. ഇനി കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ NC0യും NC1ഉം ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുവാണ്, n = 3 എന്നും എടുക്കാം, r = 2 എന്നും എടുക്കാം. അപ്പോൾ ഇതിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് NCR = n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതിന് നമ്മൾ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് 3c2 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റർ 3c2 എന്ന് അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുലയെ കൊടുത്ത് ചെയ്തെടുക്കാം. ചെയ്തെടുക്കുമ്പോൾ ഇവിടെ മുകളിൽ എന്ത് വരും, 3 ഫാക്ടോറിയൽ ബൈ ഇവിടെ r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 2 ആണ്. 2 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ് 3 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് വരും. ഈ ഫാക്ടോറിയലിൻ്റെ അർത്ഥം ഇപ്പം ഇവിടെ 2 ഫാക്ടോറിയൽ എന്നാണ് വന്നതെങ്കിൽ എന്ത് വരും, 1 × 2 വരെ വരും. ഇനിയിപ്പോൾ 5 ഫാക്ടോറിയൽ എന്നാണെങ്കിൽ 5 × 3 4 × 3 × 2 × 1 എന്ന് വരും. അതായത് ഏത് നമ്പറാണോ കിടക്കുന്നത് അത് തൊട്ട് അങ്ങോട്ടും ഇൻറ്റു ചെയ്ത് 1 വരെ വരിക. അപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഇവിടെ എന്തെന്ന് വരും, 3 × 2 × 1 എന്ന് വരും. ഇപ്പോൾ ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ ഉണ്ട്, അപ്പോൾ 2 × 1 എന്ന് വരും. ഇനി ഇവിടെ എന്താ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ 1 ആണ്. 3 മൈനസ് 2 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 ഫാക്ടോറിയൽ, അത് എന്ത് തന്നെ 1 തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ 2 നമ്മൾ ക്യാൻസലായി പോവാം. അപ്പോൾ എന്തെന്ന് കിട്ടും, 3 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ 3c2ൻ്റെ ആൻസർ എത്രയാണ്, 3 ആണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഫോർമുല വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫോർമുലയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ടൈം പോവും. അതുകൊണ്ട് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം,
ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ചെയ്തു പോകുന്നതാണ് കുറെ കൂടി എളുപ്പം. അതായത് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ് എളുപ്പം. ഇനി നമുക്കിതാ ഇവിടെ ഒരു ഫോർമുല കിട്ടി. ഈ ഫോർമുലയെ തന്നെ നമ്മൾ കുറെ കൂടെ അറേഞ്ച് ചെയ്ത് ഒരു നീറ്റായിട്ട് എഴുതാൻ പോവാണ്. ഈ ഫോർമുല ഇവിടെ കിട്ടിയ ഫോർമുലയിൽ തന്നെ ഞാൻ ഒന്നും കൂടെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ a+b ദ ഹോൾ റൈസ് ടു n എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k റൈസ് ടു 0 to n. k റൈസ് ടു 0 to n എന്ന് പറഞ്ഞാൽ ഇവിടെ ആറിന്റെ സ്ഥാനത്താണ് ഇവിടെ എന്ത് വന്നേക്കണേ? k വന്നേക്കണേ. kയുടെ വാല്യൂ എന്തായിട്ട് 0 തൊട്ട് n വരെ പോകും. ഇത് സിഗ്മയുടെ അർത്ഥം എന്താ? അഡീഷൻ ആണ്. അതെല്ലാം കൂട്ടിയാണ് പോണത്. ആറിന്റെ വാല്യൂ, അതായത് kന്റെ വാല്യൂ മാറി പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്യുവാണ്? എല്ലാം ഓരോന്നായിട്ട് കൂട്ടി പോണ എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്? 1. ഇപ്പൊ kന്റെ വാല്യൂ 1 ആണെങ്കിൽ 1 പ്ലസ് അടുത്ത kന്റെ വാല്യൂ 2 വരുമ്പോൾ ഉള്ളത് പ്ലസ് അടുത്ത kന്റെ വാല്യൂ 3 വരുമ്പോൾ ഉള്ളത് പ്ലസ് അങ്ങനെ പോകണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സിഗ്മ k റൈസ് 0 to n എന്ന് പറയുന്നത്. NCK ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? kയുടെ വാല്യൂ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ n ആണ് നമ്മളെ പവർ. ഇപ്പം നമ്മളെ ക്വസ്റ്റ്യൻ x plus 2y the whole റൈസ് ടു 10 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിതിനെ എന്ത് ചെയ്താം? 100 cx എന്ന് x അല്ലെങ്കിൽ k എന്ന് കൊടുക്കാം. k റൈസ് ടു 100 മൈനസ് k b റൈസ് ടു 100. b റൈസ് ടു 100 അല്ല, b റൈസ് ടു k ആണ്. b റൈസ് ടു k സിഗ്മ k is equal to 0 to n എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് എന്തെന്നാണ്? ഇതിങ്ങനെ എഴുതിയാൽ നമുക്ക് ആൻസർ ആവത്തില്ല. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ kന്റെ വാല്യൂ 0 തൊട്ട് ഇവിടെ n എന്താണ്? 100 ആണ്. അപ്പൊ 100 വരെ പോകുമ്പോൾ വാല്യൂ കൊടുക്കാം. ആദ്യം എന്ത് കൊടുക്കും? k is equal to 0 കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? 100 c 0 a raised to 100 minus k. 100 minus 0 എന്ത് ചെയ്യുന്ന? 100 തന്നെ. k എന്ത് ചെയ്യുന്ന? 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തില്ല? അത് എഴുതണല്ലോ. അടുത്തെന്ത് വരും? 100 c 1 a raised to 100 minus 1. 100 minus 1 എന്ന് പറഞ്ഞാൽ 99. അടുത്ത് b raised to എന്തെന്ന് വരും? k ആണ്. b raised to 1. ഇങ്ങനെ കൂട്ടി പോകണം. ഇതിന് നമ്മൾ സിമ്പിൾ ആയിട്ട്, അതായത് നമുക്കൊന്ന് ഇതാണ് നമ്മളെ ഫോർമുല. ഈ ഫോർമുലയിലെ തന്നെ നമ്മൾ സിഗ്മയുടെ ടേംസിൽ സിംപ്ലിഫൈ ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനത്തെ ഒരു ഫോർമുലയാണ് കിട്ടുന്നത്. അത് a+b ദ ഹോൾ റൈസ് ടു n is equal to സിഗ്മ k റൈസ് ടു 0 to n NCK a റൈസ് ടു n മൈനസ് k b റൈസ് ടു k എന്ന് പഠിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ പഠിച്ചു വയ്ക്കാം. നമുക്ക് ബൈനോമിയൽ തിയറം എന്ന് പറയുമ്പോൾ തന്നെ അറിയാനുള്ളത് 2 ഫോർമുലയാണ്. ഒന്ന് a+b ദ ഹോൾ റൈസ് ടു n ന്റെ ഫോർമുല, പിന്നെ NCKയുടെ ഫോർമുല. NCK അല്ലെങ്കിൽ NCR, അതായത് കോമ്പിനേഷന്റെ ഫോർമുല. ഇത് രണ്ടുമാണ് ഇതിൽ മെയിൻ ആയിട്ട് അറിയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ എന്തേ ഉള്ളൂ? 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാനേ ഉള്ളൂ. ഇതിൽ ഇത്രയും നമുക്ക് പഠിക്കാവുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ 98 റൈസ് ടു 5. ഇതിന് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം പഠിച്ച ബൈനോമിയൽ തിയറത്തിലോട്ട് ആദ്യം ഇതിനെ മാറ്റാനായിട്ട് ഇവിടെ 98 റൈസ് ടു 5 ആണ്. അത് നമുക്ക് എങ്ങനെ മാറ്റാം? ഞാൻ അടുത്തുള്ള 100ഓ 10ഓ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിന്റെ സബ്ട്രാക്ഷനോ അഡീഷനോ ആയിട്ട് ഞാൻ ഇതിനെ മാറ്റുവാണ്. ഇപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്ത് എന്തുണ്ട്? 100 ഉണ്ട്. അപ്പൊ 100 മൈനസ് 2 ആണ് നമുക്ക് എന്ത്? 98. ഇപ്പൊ ദ ഹോൾ റൈസ് ടു 5 കൊടുത്താൽ നമുക്ക് ഇതെന്തായി? ഇതൊരു ബൈനോമിയൽ ഫോർമുല ആയി. ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? ബൈനോമിയൽ റൈസ് ടു 5ന്റെ എന്ത് ചെയ്താൽ മതി? ബൈനോമിയൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പം അതിനെ ആദ്യം ഇതിന്റെ ബൈനോമിയൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് ബൈനോമിയൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5c0 100 റൈസ് ടു 5 100 റൈസ് ടു 5 എന്ന് വരും. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസും പ്ലസും കൊടുത്തു പോകാം. ഇവിടെ എന്താ ചെയ്യുക? ആദ്യം പ്ലസ് വന്നു, രണ്ടാമത്തത് മൈനസ് വന്നു. മൈനസ് വന്നിട്ട് എന്ത് വരും? 5c1 100 റൈസ് ടു ഇവിടെ
അപ്പോൾ 10 ആയിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും, അപ്പോൾ 4 ആവും. ഇവിടെ എന്തില്ല, 2 0 ആയിരുന്നു, അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 എന്താവും, 1 ആവും. നമുക്കിത് ഇൻറ്റു 2 1. ഇനി ഇവിടെ മൈനസ് ആയിരുന്നു, അടുത്ത് എന്ത് വരും, പ്ലസ് വരും. 5C2 അടുത്തെന്ത് വരും, ഇവിടെ 10⁻³ ആയിരുന്നു, അപ്പോൾ ഇവിടെ എന്ത് വരും, 10⁻4 ആയിരുന്നു അവിടെ, അപ്പോൾ 10⁻³ ആവും. ഇവിടെ 2 1 ആയിരുന്നു, ഇതിപ്പം 2 ആവും. ഇനി ഇവിടെ പ്ലസ് ആയിരുന്നു, അപ്പോൾ അടുത്തെന്ത് വരും, മൈനസ് വരും. 5C3 എന്ത് വരും, 100⁻³ ആയിരുന്നു, 100⁻² ആവും. 2⁻² ആയിരുന്നു, 2⁻³ ആവും. ഇനി അടുത്ത സിമ്പിൾ വരും, ഇവിടെ മൈനസ് ആണ്, അടുത്തെന്ത് വരും, പ്ലസ് വരും. പ്ലസ് എന്ത് വരും, 5C4 ഇപ്പൊ 100⁻² ആയിരുന്നത് 100⁻1 ആവും. 100⁻1 ഇൻറ്റു 2⁻4 എന്ന് വരും. അടുത്ത ലാസ്റ്റ് മൈനസ് 5C5 100⁻0 ആവും, അപ്പോൾ നമ്മൾ അത് എഴുതുന്നില്ല, 2⁻5 എന്ന് വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ 5C0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്, അപ്പോൾ ഇതിൻ്റെ മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ വരുമ്പം തന്നെ 2 3 5, ഇവിടെ 1ഉം 10 0 വരും. ഇനി മൈനസ് ഇവിടെ എന്ത് വരും, ഇവിടെ 5C1 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും. ഇവിടെ 100⁻4 എടുക്കുമ്പോൾ തന്നെ 1ഉം 8 0 വരും. ഇവിടെ ഒരു 10ഉം കൂടെ ഉള്ളതുകൊണ്ട് 1ഉം എത്ര 0 വരും, 9 0 വരും. 3 4 5 9 0 ആയി. ഇത് 2 ആയി. ഇനി അടുത്ത് മൂന്നാമത്തെ എടുക്കുമ്പോൾ പ്ലസ് ആണ്. 5C2 എന്ന് പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ 10ഉം ഇവിടെ 10⁻3, അപ്പോൾ എല്ലാം കൂടെ എത്രയാവും, 7 0 വരും. ഇവിടെ ഒരു 2⁻2 കൂടെ ഉണ്ട്, അപ്പോൾ ഇവിടെ എന്ത് വരും, 4 ഇൻറ്റു 10⁻7 എന്നായിരിക്കും. അപ്പോൾ അത് 4 ഇൻറ്റു 10⁻7 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ 3 0 7 ഇത് വന്നു. ഇനി അടുത്ത മൈനസ് ആണ് വരുന്നത്. മൈനസ് എന്ത് വരും, 5C3 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5C3 എന്ന് പറഞ്ഞാൽ 5 അല്ല, സോറി 10 ആണ്. 5C3 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 10⁻2 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്ര 0 വരും, 4 0 വരും. ഇതും കൂടെ ആകുമ്പോൾ 5 0 ആവും. 3 4 5 0 ആവും. ഇവിടെ 2⁻3 കൂടെ ഉണ്ട്. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്, അപ്പോൾ 8ഉം 5 0 ആയിരിക്കും വരുന്നത്. ഇനി പ്ലസ് അടുത്ത് ഇവിടെ എന്ത് വരും, 5C4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഇവിടെ എന്ത് വരും, 2⁻4 ആണ്. അതിൽ നിന്ന് ഒരു 2 ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ എന്താവും, 10 ആവും. 10ഉം വരും, ഇവിടെ 100ഉം വരും, അപ്പോൾ എന്ത് വരും, 1000 വരും. അവിടെ ബാക്കി ഇവിടെ എന്തുണ്ട്, 2⁻3 ഉണ്ട്. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്, 8. 8000 എന്ന് കിട്ടി. ഇനി മൈനസ് 5C1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 2⁻5 32. അപ്പോൾ ഇതെല്ലാം കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും, 90,207,968 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 100+6, അതായത് 106ന്റെ റൈസ് ടു ഏതെങ്കിലും ഒരു വാല്യൂ തന്നാലോ, അതായത് ഇപ്പോൾ 198⁻7 എന്ന് തന്നാലോ, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇത്ര എളുപ്പമായിട്ട് തോന്നുള്ളൂ. നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും, 98 × 98 × 98 അങ്ങനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, ഉത്തരം ചെയ്യണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മളൊന്ന് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ഇതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. മറ്റേതിൻ്റെ പകുതി സമയം മതിയാവും ഇങ്ങനെ ചെയ്തെടുക്കാൻ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്തായിരുന്നു, ഒരു നമ്പേഴ്സ് ആയിരുന്നു. 100 2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്താ വന്നേക്കണേ, ഫ്രാക്ഷൻ ആണ് വന്നേക്കണേ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം x² + 3/x ദ ഹോൾ റൈസ് ടു 4 ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടും, ആദ്യം 4c0 x² ദി ഹോൾ റൈസ് ടു 4 എന്ന് വരും. x² ദി ഹോൾ റൈസ് ടു 4 എന്ന് വരും. പ്ലസ് എന്ത് വരും, 4c1 x² ദി ഹോൾ റൈസ് ടു 3 ഇൻറ്റു എന്തെന്ന് വരും, 3/x എന്നുകൂടെ വരും. ഇനി അടുത്ത് വരുമ്പോൾ പ്ലസ് 4c2 x² ദി ഹോൾ റൈസ് ടു 2 ഇൻറ്റു 3/x ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് വീണ്ടും പ്ലസ് 4c3 x² ഇൻറ്റു 3/x ദി ഹോൾ ക്യൂബ് എന്ന് വരും. അടുത്ത് പ്ലസ് 4c4 x റൈസ് ടു 2 ദ ഹോൾ, അപ്പോൾ 0 ആയി പോകും. എന്ത് വരും, 3/x ദി ഹോൾ റൈസ് ടു 4 എന്ന് വരും. ഇതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബൈനോമിയലിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിന് എന്ത് ചെയ്യാം, ഇതിൽ വാല്യൂസ് കൊടുത്തു. അപ്പോൾ 4c0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഇനി x1 ഇൻറ്റു ഇവിടെ എന്ത് വരും, x റൈസ് ടു, ഇത് എന്ത് x റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 4. അപ്പോൾ ഇവിടെ എന്ത് ഫോർമുലയാണ്, a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n ഫോർമുലയാണ്. എന്ത് ചെയ്യും, റൈസ് ടു m ഇൻറ്റു n അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. 2 ഇൻറ്റു 4 അപ്പോൾ എത്ര റൈസ് ടു 8 എന്ന് വരും. പ്ലസ് അടുത്തെന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത് 4c1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഇവിടെ എന്ത് വരും, ഇവിടെ വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, x റൈസ് ടു 6 എന്ന് വരും ഇൻറ്റു 3/x എന്ന് വരും. പ്ലസ് അടുത്ത ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 4c2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്, 6 ആണ് കിട്ടുന്നത്. അപ്പം 6 ഇവിടെ എന്ത് വരും, x റൈസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ്, 9/x² എന്ന് വരും. ഈ സ്ക്വയർ രണ്ടിടത്തുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, അപ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇനി അടുത്ത് പ്ലസ് ഇവിടെ എന്താ, 4c3 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. അപ്പം എന്ത് ചെയ്യും, 4 ഇൻറ്റു x² ഇൻറ്റു 3 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 27/3³ എന്ന് വരും. ഇനി പ്ലസ് എന്താ വരുള്ളൂ, 1 ഇൻറ്റു 3/x 3 റൈസ് ടു 4/x റൈസ് ടു 4. ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൈസ് ടു 8 പ്ലസ് 12x റൈസ് ടു 5 പ്ലസ് 54x² പ്ലസ് 108/x പ്ലസ് 81/x റൈസ് ടു 4. ഇതാണ് നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എന്ത് ചെയ്തു, ആദ്യം ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്തു, പിന്നെ അത് ഓരോന്ന് സിംപ്ലിഫൈ ചെയ്തു. ആ കിട്ടിയതിനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിന്റെ എക്സ്പാൻഷൻ കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പും കൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും കൂടെ ആവും ഏകദേശം ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആവും. നമ്മളെല്ലാ മോഡൽ ക്വസ്റ്റ്യനും നോക്കിക്കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ കിടക്കണമെന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, 6n - 5n 6n - 5n എന്ത് ചെയ്യാണ്, 25 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഒന്ന് റിമൈൻഡർ കിട്ടും എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് കിട്ടുമോ എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം, 6n വേണം -5n വേണം. 6n - 5n വേണം.
അതിലാദ്യം 6n ആണ് എനിക്കിവിടെ ആവശ്യം. അപ്പം ഞാൻ ഇവിടെ 6n കിട്ടാൻ എനിക്ക് എങ്ങനെ ചെയ്യാം? 1+5 എന്ന് കൊടുത്താൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂലേ? ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? അപ്പം ഞാൻ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? NC എത്ര വരും? NC0 ഇവിടെ എന്ത് വരും? ഇൻറ്റു 1 ആണ് പറഞ്ഞത്. പ്ലസ് NC1 ഇൻറ്റു 1 ഇൻറ്റു എന്ത് വരും? 5 ഒന്നും വരും. പ്ലസ് NC2 ഇൻറ്റു 1 ഇൻറ്റു എത്ര വരും? 5² വരും. പ്ലസ് NC3 ഇൻറ്റു 1 ഇൻറ്റു എന്ന് വരും? 5³ എന്ന് വരും. പ്ലസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ പൊക്കോണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഇതാണ് വേണ്ടത്, 6n - 5n എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 5n എന്നൊന്നും ഇതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ 5n ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ NC0 എന്നൊക്കെ കിടക്കണമെന്നാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? 5n ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റാത്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെല്ലാം ഫോർമുല കൊടുക്കാൻ പോവാണ്. ഫോർമുല കൊടുക്കാൻ പോകണമെന്ന് ഉദ്ദേശിച്ചത് ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സിംപ്ലിഫൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ NC0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ 1+ എന്ന് കിട്ടും. ഇവിടെ NC1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? N കിട്ടുള്ളൂ. അതായത് നമുക്കിപ്പോൾ 5C1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5 കിട്ടും. 6C1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. അതേപോലെ NC1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? N ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ 1 ഇൻറ്റു 5 എന്ത് തന്നെ? 5 ആണ്. അപ്പോൾ N 5 എന്ന് കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിന് നമുക്ക് 5n എന്ന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ എഴുതാം. 5n എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ N5 എന്ന് കിട്ടി. അതിന് എന്തൊക്കെ? NC1 എന്തെന്ന് കിട്ടും? N എന്ന് കിട്ടും. 1 ഇൻറ്റു 5 എന്ത്? 5 എന്ന് കിട്ടും. അപ്പോൾ 5n എന്ന് കിട്ടും. പ്ലസ് NC2ൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 5² ഇൻറ്റു NC2 എന്ന് എഴുതും. അതേപോലെ പ്ലസ് ഇട്ടിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇത് 6n നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് 6n - 5n കണ്ടുപിടിക്കാനുള്ള ഈ 5 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയാൽ എനിക്ക് എന്താവും? -5n ആവത്തില്ലേ? ഇവിടെ ബാക്കി എത്ര വരും? 1 + 5² x² പ്ലസ് 5³ x അല്ലല്ലോ, NC2 ആണ്. 5³ NC3 പ്ലസ് 5⁴ NC4 പ്ലസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 6n - 5n = 1 + 5² NC2 എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെ എന്തുണ്ട്? ഒരു 25 ഉണ്ട്. 5 × 5 25 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു 5 × 5 25, പിന്നെ ഒരു 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 125 ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് 25 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഈ 1ൽ നിന്ന് ഒഴിച്ച് ബാക്കി എല്ലാത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5² കോമൺ ആയിട്ട് എടുക്കാൻ പറ്റൂലേ? 1 + 5² ഞാൻ കോമൺ ആയിട്ട് എടുത്ത ഇവിടെ എന്തുണ്ട്? NC2 ഉണ്ട്, പ്ലസ് 5 × NC3 ഉണ്ട്, പ്ലസ് 5² × NC4 ഉണ്ട്, പ്ലസ് അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇത് ഏതുവരെ പോകുമെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? 5² കിട്ടി. ഈ 5² എന്ന് പറഞ്ഞാൽ എന്താണ്? 5² = 25 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? n² - 5n എന്ത് ചെയ്യാൻ പറ്റും? 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ പറഞ്ഞത്? 1 ആയിരിക്കും റിമൈൻഡർ പറഞ്ഞതെന്ന് ഇതിൽ നിന്ന് കിട്ടൂലേ? കാരണം 25 കോമൺ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റി പ്ലസ് 1ഉം കൂടി ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ +1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ റിമൈൻഡർ ആയിട്ട് കിട്ടുമെന്നാണ് അർത്ഥം. 1 റിമൈൻഡർ ആയിട്ട് കിട്ടുമെന്നാണ് അർത്ഥം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വയ്ക്കുക.
ഇത് ഇവിടെ 5² ദ ഹോൾ റൈസ് ടു ഹോൾ എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് ഇത്രയും എന്താണ് 5² ഒറ്റ ഡിവിഡൻ്റ് ആണെന്നാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇത്രയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി ഇവിടെ എന്തുണ്ട്, പ്ലസ് ഒരു 1 കൂടെ ഉണ്ട്. അപ്പോൾ ഈ 1 എന്തായിട്ട് വരും, നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 എന്തായിട്ട് വരും, റിമൈൻഡർ ആയിട്ട് വരും. അങ്ങനെ റിമൈൻഡർ ആയിട്ട് വരുമെങ്കിൽ അത് പ്രൂവ് ചെയ്യാനാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അതിനുള്ള പ്രൂഫായി. ഇനി നമുക്ക് ഇത് ചുമ്മാ കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനാണ്, ഇതൊന്നും പരീക്ഷയ്ക്കില്ല. ആപ്ലിക്കേഷൻ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന് ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. പ്രോബബിലിറ്റിക്കും കോമ്പിനേഷനും ഒക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സയൻസിൽ പല പല കാര്യങ്ങളിൽ, ഇപ്പോൾ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, അങ്ങനെ ഏതിലൊക്കെ നമുക്കിവിടെ ഈക്വേഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരുമോ, അതായത് എക്സും വൈയും ഒക്കെ എടുത്ത് അതിലൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമോ, അതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബൈനോമിയൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, നമുക്ക് ഫിസിക്സ്, എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈനോമിയൽ തിയറം ഉപയോഗപ്പെടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇതൊരു നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്നാണ് എന്ത്, നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന a+b² a+b³ ഒക്കെ എങ്ങനെയാണ് കിട്ടിയത്, ഈ ഒരു ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ പല പല ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ട്. നമുക്ക് ഇപ്പം ഇതിൽ അതിൻ്റെ ഒരു ബേസിക് കൂടെ ടച്ച് ചെയ്താണ് നമ്മൾ പോയത്. ഇതാണ് നമുക്ക് സ്കൂളിൽ എക്സാമിനുള്ളത്. ഇതിൽ ആകെപ്പാടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ഒന്ന് നമുക്ക് ആലോചിച്ച് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് നല്ല രീതിക്ക് നോക്കിയിട്ട് പോയാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് മേടിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. എല്ലാവരും നോക്കിയിട്ട്